ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഹിന്ദു ആചാരപ്രകാരം ദേവതാ പ്രദക്ഷിണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ ചില ആൾക്കാർക്ക് അറിയില്ല. അമ്പലത്തിൽ പോയാൽ ദേവതകളെ എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം? അമ്പലത്തിൽ പോയാൽ ഓരോരോ ദേവതകൾക്ക് ഓരോരോ പ്രദക്ഷിണങ്ങൾ പറയുന്നുണ്ട്. ഒരാൾക്ക് ഇത്ര, ഒരാൾക്ക് ഇത്ര, മറ്റൊരാൾക്ക് ഇത്ര, അങ്ങനെ ഓരോരോ ദേവതമാർക്കും ഇത്ര പ്രദക്ഷിണങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അത് പലർക്കും അറിയില്ല, എന്നാൽ ചിലവർക്കറിയാം. ഹിന്ദു ആചാരപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഗണപതിയെ ഒരു പ്രദക്ഷിണം വെച്ചാൽ മതി. ഗണപതിക്ക് ഒരു പ്രദക്ഷിണം വെച്ചാൽ മതി, ഗണപതി സംപ്രീതനാവും. സൂര്യഭഗവാന് 2 പ്രദക്ഷിണം വെക്കണം. സൂര്യഭഗവാന് 2 പ്രദക്ഷിണം വെക്കണം. അപ്പം ഗണപതിക്കൊന്ന്, സൂര്യന് 2, ദേവിക്ക, അതായത് ഭഗവതി ദേവിമാർ, ഇവർക്കൊക്കെ എത്ര പ്രദക്ഷിണമാണ്? 3, 5, 7. 3, 5, 7 ഇതാണ്. ചിലയിടത്ത് അത് 4 പറയുന്നുണ്ട്. നമ്മുടെ ആചാരം അനുസരിച്ച്, ഹിന്ദു ആചാരം അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ദേവിമാർക്ക് 4 പ്രദക്ഷിണവും പറയുന്നുണ്ട്. അപ്പം 3, 5, 7 അല്ലെങ്കിൽ 4. ദേവി കഴിഞ്ഞാൽ പിന്നെ മഹാവിഷ്ണുവിന് എത്ര പ്രദക്ഷിണമാണ് പറയുന്നിട്ടാണ് ഹിന്ദു ആചാരപ്രകാരം? മഹാവിഷ്ണുവിന് 4 പ്രദക്ഷിണം വെക്കാം. വിഷ്ണുവിനെ 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ശ്രീരാമന് 4. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയല്ല ശ്രീരാമൻ. അപ്പം ശ്രീരാമന് 4 പ്രദക്ഷിണം. കൃഷ്ണന് 4. കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണന് 4. ധന്വന്തരിക്കും 4. ധന്വന്തരിയും വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമാണ്, ഇല്ലേ? അപ്പം ധന്വന്തരിക്കും 4. ഹനുമാന് 3. ഹനുമാൻ സ്വാമിക്ക് പ്രദക്ഷിണം 3 മതി. 3 പ്രദക്ഷിണമാണ് ഹനുമാന് വെക്കേണ്ടത്. നാഗരാജാവിന് 3 പ്രദക്ഷിണം വെക്കാം. നാഗരാജാവിന് 3 പ്രദക്ഷിണം വെക്കാം. ശാസ്താവിന് 5 പ്രദക്ഷിണം വെക്കണം. അതായത് ധർമ്മശാസ്താവിന്, അയ്യപ്പന്, ഇവർക്കൊക്കെ 5 പ്രദക്ഷിണം വെക്കണം. സുബ്രഹ്മണ്യന് 6 പ്രദക്ഷിണമാണ്. മുരുകൻ സുബ്രഹ്മണ്യൻ, ഇല്ലേ? 6 പ്രദക്ഷിണമാണ് പറഞ്ഞേക്കണം മുരുകൻ. എന്താണ്? മുരുകനെ 6 പടൈ വീടാണ് പറഞ്ഞേക്കണേ. മുരുകന് 6 വീടുണ്ട്, അതാണ് 6 പടൈ വീടെന്ന് പറയുന്നത്. അപ്പം മുരുകനെ 6 പ്രദക്ഷിണം വെക്കണമെന്നാണ് ഹിന്ദു ആചാരപ്രകാരം പറയുന്നത്. അരയാലിന് 7 പ്രദക്ഷിണം. അരയാലിന് 7 പ്രദക്ഷിണം. അപ്പം ഗണപതിക്കൊന്ന്, സൂര്യന് 2, ദേവിക്ക് 3, 5, 7 അല്ലെങ്കിൽ 4, മഹാവിഷ്ണുവിന് 4, ശ്രീരാമന് 4, കൃഷ്ണന് 4, ധന്വന്തരി ഭഗവാന് 4, ഹനുമാൻ സ്വാമിക്ക് 3, നാഗരാജാവിന് 3, ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പന് 5, സുബ്രഹ്മണ്യന് 6, അരയാലിന് 7. ഇത്രയും പ്രദക്ഷിണമാണ് ഹിന്ദു ആചാരപ്രകാരം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇത് പലർക്കും അറിയില്ല, ചിലർക്ക് അറിയുകയും ചെയ്യാം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.